നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സാർ, ഈ തമിഴ്നാട്ടിൽ 100-ലധികം സീറ്റുകൾ നേടി വൻ വിജയം നേടിയിട്ടും വിജയ്ക്ക് മന്ത്രിസഭ ഉണ്ടാക്കാൻ കഴിയുന്നില്ല. 118 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഒരു പ്രതിസന്ധി അവിടെ ഉടലെടുത്തിരിക്കുന്നു. കഴിഞ്ഞ തവണ ഗവർണറെ കണ്ടുവെങ്കിലും മതിയായ പിന്തുണ ഉറപ്പിക്കാൻ കഴിയുന്ന മതിയായ രേഖകളൊന്നും കൈമാറാൻ സാധിച്ചിട്ടില്ല. ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ ഇരുന്ന വിജയിൻ്റെ സത്യപ്രതിജ്ഞ മുടങ്ങുകയാണ്. എങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങൾ തമിഴ്നാട്ടിൽ നീങ്ങുന്നത്? അവിടുത്തെ വലിയ സ്റ്റേഡിയം, ചെപ്പോക്ക് സ്റ്റേഡിയം ആണെന്ന് തോന്നുന്നു, ക്രിക്കറ്റൊക്കെ നടക്കുന്ന സ്റ്റേഡിയം, വലിയ സ്റ്റേഡിയമാണ്. അവിടെ ഒരു സ്റ്റേഡിയത്തിൽ അലങ്കാരങ്ങളും അലങ്കാരപ്പണികളും കോടിക്കണക്കിന് രൂപ ഉപയോഗിച്ചുകൊണ്ട് അതങ്ങ് വളരെ ഒരു ഫ്ലവറി ഷോ ആക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമങ്ങളെല്ലാം പാളിപ്പോയി. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കേണ്ടതല്ലേ, എൻ്റെ ലൈവ് നമ്മൾ കാണേണ്ടതല്ലേ, ഉണ്ടായിട്ടില്ല. അപ്പോൾ അവിടെ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് വിജയിന്. ഞാൻ നേരത്തെ നമ്മളിത് സൂചിപ്പിച്ച് നമ്മുടെ ഒരു ചർച്ചയിലാണെന്ന് തോന്നുന്നു. അതായത് ഇത്രയധികം ആൾക്കാർ അവിടെ കൂട്ടത്തോടെ, 42-ലധികം ആൾക്കാർ കൂട്ടത്തോടെ തൻ്റെ ആൾക്കൂട്ടത്തിനിടയിൽ മരിച്ചപ്പോൾ അവിടെ നിന്ന് ഒളിച്ചോടി രക്ഷപ്പെട്ട് ചെന്നൈയിലേക്ക് പോയ ഒരാളാണ് വിജയ് എന്ന് പറയുന്ന ഈ ജോസഫ് വിജയ് എന്ന് പറയുന്ന ആൾ ആണല്ലോ. അങ്ങനെ ഒരു മനുഷ്യന് എങ്ങനെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയാൻ പറ്റും? അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതിന് ഇതുപോലെ തന്നെ പറ്റിയ ഒരു മണ്ടത്തരമാണ് അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് കഴിഞ്ഞ ദിവസം ഗവർണർ രാജേന്ദ്ര ആർലേക്കറിന് മുമ്പാകെ കൊണ്ടു സമർപ്പിച്ച 113 പേരുടെ പിന്തുണ. അദ്ദേഹം ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ആ ഒരു ABC ഹരിശ്രീ പോലും പഠിച്ചിട്ടില്ലേ? നിങ്ങൾക്കൊരു ഭരണം കൈയാളണമെങ്കിൽ നിങ്ങൾക്ക് 118 പേരുടെ പിന്തുണ വേണം. തമിഴ്നാട്ടിലെ നിയമസഭയുടെ ബലം അനുസരിച്ച്, അതിൻ്റെ ബലതന്ത്രം അനുസരിച്ച്. ഇത്ര വലിയൊരു ഭൂരിപക്ഷം നേടിയ ഒരാൾക്ക് അത് സംഘടിപ്പിക്കാൻ ഒരു പ്രയാസവുമില്ല. ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടെങ്കിൽ അത് ഉടൻ തന്നെ കിട്ടും. നിമിഷം, അതാണ് ഈ ഓപ്പറേഷൻ കമലിലൂടെ ഒക്കെ BJP കാണിച്ചു കൊടുത്തത്. നിമിഷങ്ങൾക്കാകം അത് കൊടുക്കും. ലീഡർഷിപ്പ് ക്വാളിറ്റി ആണെന്ന് തന്നെ ഞാൻ അംഗീകരിക്കും. ബാക്കി എന്തെന്ന് ആളുകൾ പറഞ്ഞാലും ഉണ്ടാക്കാനുള്ള മെയ്വഴക്കം വിജയിക്കില്ല, രാഷ്ട്രീയ മെയ്വഴക്കമില്ല. അതാണ് അവിടെ. ഇപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ ഇവരെ സഹായിക്കാനുണ്ടാകുമായിരുന്നു. ഒരു ചർച്ച നടത്തണം. ഡിപ്ലോമസി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ഡയലോഗ് എന്ന് പറയുന്ന വേറൊരു സാധനമുണ്ട്. പണമൊന്നും വേണ്ട, എടുക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? AIADMK ശരിക്കും പണത്തിന് അടിമപ്പെടുന്ന ആൾക്കാർ, അവരെ കുറേ പേരെ ഇവർക്ക് വലിച്ചെടുക്കാമായിരുന്നു, പിളർത്താമായിരുന്നു. പക്ഷേ അവർക്ക് ഇനി സാധ്യതയില്ല. അതിനെന്താ കാര്യം? AIADMK എടപ്പാടി പളനിസ്വാമി കുറച്ച് ബുദ്ധിയുള്ള ആളാണ്. അയാൾ ഇവരെ മുഴുവൻ പേരെയും കൊണ്ടുവന്ന് എവിടെ ഇട്ടു? റിസോർട്ടിൽ കൊണ്ടുവന്നിട്ട് പൂട്ടിയിരിക്കുക, ഇരട്ടത്താഴിട്ട് പൂട്ടിയിരിക്കുക, മണിച്ചിത്ര താഴിട്ട് പൂട്ടിയിരിക്കുക. ജന്മത്തിന് അവരെ കിട്ടില്ല. അവരുടെ മുഴുവൻ മൊബൈൽ ഫോണും വാങ്ങിച്ചു വെച്ചിരിക്കുക. ഈ തന്ത്രമൊക്കെ പഠിച്ചു പോയി. എടപ്പാടി തമിഴ്നാട്ടിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അധികം ഉണ്ടായിട്ടില്ലാത്തതാണ്. ഏതെങ്കിലും ഒരു കക്ഷി നല്ല ഭൂരിപക്ഷം നേടും. ഇവിടെ നല്ല ഭൂരിപക്ഷമാണ് TVK നേടിയത്. ഇപ്പം മക്കൾ മയ്യം ആകെ എത്ര സീറ്റ് നേടിയത്? 2-3 സീറ്റാണ് മക്കൾ മയ്യം എന്ന് പറഞ്ഞ് കമലഹാസൻ വന്ന് ദശാവതാരം വലിയ ഒരു ആളാണ്. സിനിമയിലെ തൻ്റെ എന്താ പറയുക നമ്പർ 1 ആണെന്ന് പറഞ്ഞിരുന്ന ആൾ, ഉലകനായകൻ. മനസ്സിലായി, ഉലകനായകൻ എന്നും പറഞ്ഞിരുന്ന ആൾ. ഉലകനായകൻ ഇപ്പോൾ DMKയുടെ കയറോപ്പിൽ രാജ്യസഭാ സീറ്റ് നേടി അവിടെ പോയിരിക്കുക. എന്നിട്ട് BJPയെ കുറ്റം പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നോട്ട്. പക്ഷേ ഇയാൾക്കിത് ഈസിയായിട്ട് സാധിക്കുമായിരുന്നു. കുറേ സ്വതന്ത്രന്മാരെയും കുറേ പേരെ ഇങ്ങോട്ട് അടർത്തിയെടുക്കാൻ കഴിയാതിരുന്നിട്ട് 111 പേരുടെ ലിസ്റ്റും കൊണ്ട് അവിടെ ചെന്നിരിക്കുക. ആർലേക്കർ എന്ന് പറഞ്ഞാൽ BJPയുടെ ഒരു ഗവർണറാണെന്നുള്ള ഇയാൾക്ക് അറിയാൻ വയ്യാത്ത കാര്യമാണോ? കരുതൽ വേണ്ടേ? അവിടെ അശ്രദ്ധയുണ്ടായി, ശ്രദ്ധക്കുറവുണ്ടായി. അവിടെ അപകടം ഉണ്ടാവാൻ കാരണം ശ്രദ്ധക്കുറവാണ്. ഇയാളുടെ വോളണ്ടിയർമാരുണ്ട്, ഫ്ലാൻസ് ഉണ്ട്. അവരെ ഒന്ന് ഓർഗനൈസ് ചെയ്യണം. അതാണ് ലീഡർ ചെയ്യേണ്ടത്. അപകടം ഉണ്ടാവാത്ത വിധം ഓർഗനൈസ് ചെയ്യണം. മരത്തിൻ്റെ മുകളിലും ഇങ്ങനെ പതിവിലധികമായിട്ട് ആൾക്കാർ ഇങ്ങോട്ട് കയറി വരുമ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തണം. ഒരു ജനകീയ പ്രതിരോധം സൃഷ്ടിക്കണമായിരുന്നു. എങ്കിൽ 42 പേർക്ക് വോട്ട് ചെയ്യായിരുന്നു. അവർക്കും കൂടി ഇദ്ദേഹത്തിൻ്റെ പേര് വോട്ട് ചെയ്യായിരുന്നു. എന്നേക്കുമായിട്ട് ആ കുടുംബത്തിന് നഷ്ടം. പൈസ ഒക്കെ പിന്നത്തെ കാര്യം, ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? അവിടെ എല്ലാം അശ്രദ്ധ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ പഴുതില്ലാത്ത ജാഗ്രതയും ശ്രദ്ധയും വേണം ഓരോ കാര്യങ്ങളും നടക്കുമ്പോൾ. അതാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. എല്ലാ സ്ഥലത്തും കണ്ണെത്തും. ഒരു ലീഡറാണെങ്കിൽ ഇവിടെ ഇരുന്നാൽ മതി. അങ്ങനെ ആയിരുന്നല്ലോ നെപ്പോളിയൻ ഒരിടത്തിരിക്കുകയുള്ളൂ പടകുടീരത്തിൽ. സൈന്യത്തിൻ്റെ എല്ലാ രംഗത്തും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പോവും. ഒരു ചാഞ്ചാട്ടവും ഇല്ല. അദ്ദേഹം നാളെ യുദ്ധം നടക്കാൻ പോവാണ്. വളരെ കൊടുമ്പിരിക്കൊണ്ട യുദ്ധമാണെങ്കിൽ പോലും തലേദിവസം സുഖമായിട്ട് കിടന്നുറങ്ങും. കാരണം പക്കാണ് അറേഞ്ച്മെൻറ്റ്സ്. വാട്ടർലൂ യുദ്ധത്തിന് മുമ്പും അദ്ദേഹം അങ്ങനെ തന്നെയാണ് ചെയ്തത്. അതൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്.
യുദ്ധത്തിലായാലും രാഷ്ട്രീയത്തിലായാലും. ഇത് ഇദ്ദേഹത്തിന് ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമായി. പരിഹാസ്യപാത്രം, ഒരു കോമഡിയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നടക്കുന്നത്. ആടപടലം AIADMകാരും DMKക്കാരും ഇയാളുമായിട്ട് കൂട്ടുപിടുന്നു. ആ ജന്മശത്രുവല്ല, കീരി പാമ്പുമായിട്ട് ഇണചേർന്ന് നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് നടക്കാൻ സാധ്യതയില്ല. പിന്നെ എവിടെയാണ് കിടക്കുന്നത്? ഇനിയിപ്പോൾ ബാക്കി BJPയാണ്. BJP എന്ന് പറയുന്ന ഒരു ഉത്തരേന്ത്യൻ സവർണ്ണ പാർട്ടിയാണെന്ന് വിശ്വസിക്കുന്ന, അങ്ങനെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളാണ് ഈ ജോസഫ് വിജയും. എന്ന് മാത്രമല്ല, തമിഴ്നാട്ടിൽ കൂട്ടത്തോടെയുള്ള മാസീവായിട്ടുള്ള മതപരിവർത്തനത്തിന് ഉള്ള കുറേ ലോബികളുണ്ട്. ആ ലോബികളാണ് ഇദ്ദേഹത്തെ ഫണ്ട് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. എനിക്കറിയില്ല എൻ്റെ സത്യം. അതാണ് തെക്കൻ ഈ CSI മേഖലകളിലൊക്കെ വമ്പിച്ച സ്വീകരണവും വരവേൽപ്പുമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. നമ്മളത് കണ്ടതാണ്. അതെന്തും ആയിക്കോട്ടെ, നമ്മൾ രാഷ്ട്രീയമായിട്ട് കണ്ടാൽ മതി, മതപരമായിട്ടോ ജാതിപരമായിട്ടോ കണ്ടാൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഈ കരുതലെടുക്കണ്ടേ? ഇനിയിപ്പോൾ എങ്ങും കിട്ടാനില്ല പുള്ളിക്ക്. മുസ്ലിം ലീഗിനെയാണ് പിടിക്കാവുന്നത്. മുസ്ലിം ലീഗ് അന്തസ്സായിട്ട് പറഞ്ഞു കഴിഞ്ഞു ഞങ്ങളില്ല. എന്താ കാര്യം? അവർക്ക് കൂറുണ്ട്, പിന്നിൽ നിന്ന് കുത്തുകയില്ല. അവരെ വിശ്വസിക്കാം. കാര്യം ഇതൊക്കെ പറയുന്നെങ്കിലും വർഗീയമാണ് പാർട്ടിയെങ്കിലും വിശ്വസിക്കാം. അതുകൊണ്ടാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധി അതുപോലെ പ്രിയങ്കയും മത്സരിച്ച് കയറുന്നത്. ഈ കടലിൽ വളരുന്ന ചില മത്സ്യങ്ങളെ മുട്ടയാൻ വേണ്ടി കരയിലേക്ക് വരും. കടലിലാണെങ്കിൽ അതിൻ്റെ കുഞ്ഞുങ്ങളെ മുട്ടയെ തന്നെ മറ്റ് മത്സ്യങ്ങൾ അടിച്ചുകൊണ്ട് പോകും. കരയിലാകുമ്പോൾ സേഫാണ് എന്ന് പറയുന്ന പോലെ വയനാട്ടിലേക്ക് അവർ വരുന്നത് അതുപോലെയാണ് എന്ന് പറയുന്നവർ വിശ്വസിക്കാവുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നാണ് എൻ്റെ ഇതുവരെയുള്ളതാണ്. പുറകിൽ നിന്ന് കുത്തില്ല, ലോയലാണ് വളരെ. ആ ലോയൽറ്റി അവർക്കുള്ളതുകൊണ്ട് അവർ പറഞ്ഞു ഞങ്ങൾ ഇന്ത്യ മുന്നണി വിട്ട് അങ്ങോട്ടുമില്ല, നിങ്ങളെ സഹായിക്കാൻ പോയി കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണി തവരും. ആ വിശ്വാസമാണ്. അതേസമയം പിന്നെന്താ അതിനകത്ത് അവശേഷിക്കുന്നത്? CPI CPM അവർ പറഞ്ഞെന്ന് അവർ കൂളായിട്ടാണ് എടുത്തത്. ഞങ്ങൾ പിന്തുണയ്ക്കണമെങ്കിൽ വെള്ളിയാഴ്ച ഞങ്ങളുടെ യോഗം, സത്യപ്രതിജ്ഞ എന്നാ വ്യാഴാഴ്ച വെച്ചിരുന്നത്, വെള്ളിയാഴ്ച യോഗം എന്ന് ചേർന്ന് നിർമ്മിക്കുക. അപ്പം ഫലിക്കാതായി. അപ്പോൾ ഗവർണർ ഒരു പിടി പിടിച്ചു. അയാൾ BJPക്കാരനാണല്ലോ. അയാൾ പിന്നെ നിങ്ങളുടെ ഭൂരിപക്ഷം ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾക്ക് പഴി വരും, ഗവർണർക്ക് പഴി വരും. പിന്നെ ഈ ഭൂരിപക്ഷം ഉണ്ടാകുമായിരുന്നു കഴിഞ്ഞാൽ ഗവർണർ എന്നിട്ട് സത്യപ്രതിജ്ഞ എന്നുള്ള ചോദ്യം വരും. ഇന്നിപ്പോൾ ഗവർണർ പൂട്ടി എന്നൊക്കെ പറഞ്ഞ് ചില പത്രങ്ങൾ എഴുതുന്നുണ്ട്. ഇതേ ആൾക്കാർ തന്നെ നിയമസഭയിൽ ഈ വിജയന് ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഗവർണർ എന്ത് ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് പ്രവർത്തിച്ചത് അനുകൂലിച്ചാണ് തിരിച്ചും പറയും. അപ്പോൾ അതിലൊന്നും കാര്യമില്ല. ഗവർണർ എടുത്തത് ഭരണഘടനാപരമായിട്ടുള്ള നിലപാട് തന്നെയാണ്. ഭൂരിപക്ഷമുള്ള ആൾക്ക് മാത്രമേ മന്ത്രിസഭ രൂപവൽക്കരിക്കാൻ പറ്റൂ. കാരണം കടം വാങ്ങിക്കുക എന്ന് പറയുന്ന പോലെ, ഞാൻ ചായ കുടിച്ചിട്ട് ഞാൻ പിന്നെ തരാൻ പൈസ എന്ന് പറയുന്ന പോലെ പറഞ്ഞിട്ടൊന്നും പോകാൻ പറ്റില്ല. ഞാൻ പിന്നെ ഭൂരിപക്ഷം തെളിയിച്ചോളാം. അത് ഭൂരിപക്ഷം തെളിയിക്കാൻ 2 ആഴ്ച സമയം കൊടുക്കാം. പക്ഷേ പിന്തുണ ഉള്ള ഒരു കത്ത് കാണിക്കണമല്ലോ. കത്ത് പാർട്ടികൾ ഔദ്യോഗികമായിട്ട് അവരുടെ പാർട്ടികൾ കത്ത് ഞങ്ങൾ പിന്തുണ നൽകുന്നു എന്ന് പറഞ്ഞ് ഒപ്പിടണം. കത്ത് കൊടുത്താൽ പോരാ, ഒപ്പിടണം. ആ ഒപ്പാണ് പ്രധാനം. ഞങ്ങളുടെ ഒപ്പ് അതാണ് പ്രധാനം. അതവിടെ വേണം. ഈ നിങ്ങളുടെ മുന്നണിക്ക് ഭൂരിപക്ഷം ഇല്ല എന്നുള്ളത് വ്യക്തമാണ്. അപ്പം നിങ്ങൾ ആരൊക്കെ കക്ഷികളാണ് പിന്തുണ തരുന്നതെന്നുള്ളത് എഴുതിയ ഒരു ഒപ്പ് നൽകണം. അത് ഒരു ക്രെഡിബിളായിട്ടുള്ള ഒരു റെക്കോർഡാണ്, ഒരു ഡോക്യുമെൻ്റാണ്. അതുമില്ല. പിന്നെ എന്തർത്ഥത്തിൽ? പിന്നെ വേറൊരു കാര്യമുണ്ട്. താങ്കൾക്ക് വേണമെങ്കിൽ വാദിക്കാം, കുമാറിന് വേണമെങ്കിൽ വാദിക്കാം. സാധാരണഗതിയിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയെ ഗവൺമെൻറ് ഉണ്ടാക്കാൻ ശ്രമിക്കാതെ 2 ആഴ്ചക്കകം ഞങ്ങൾ തെളിയിക്കാം എന്ന് പറഞ്ഞിട്ട്, പക്ഷേ 2 ആഴ്ചക്കകം ഇത് തെളിയിക്കാമെന്നുള്ളതിന് ഒരു എവിഡൻസ് വേണം. പറഞ്ഞാൽ പോരാ. അല്ലെങ്കിൽ കുതിരക്കച്ചവടം നടക്കും. അതെ, കുതിരക്കച്ചവടത്തിന് ഗവർണർ അനുമതി നൽകുന്നു എന്നും എല്ലാ പത്രങ്ങളും എഴുതി വെക്കും. ഗവർണർ സ്ഥാനം രാജിവെക്കേണ്ടി വരും. അതിനെതിരെ ഒരു RSSകാരനാണ്, സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന, വിശ്വസിക്കാൻ നമുക്ക് അദ്ദേഹത്തെ. ചതിക്കില്ല. ഈ കോൺഗ്രസ് കാണിക്കുന്ന പോലെ പിന്നിൽ നിന്ന് കുത്തുവോ ചതിക്കുകയോ ചെയ്താൽ എനിക്ക് ഇവിടെ രേഖകൾ വേണം. അദ്ദേഹത്തിന് പറയാനുള്ള ഡിസ്ക്രിപ്ഷനുണ്ട്. ആ ഡിസ്ക്രിപ്ഷൻ അദ്ദേഹം കാണിച്ചതോടുകൂടി വിജയ് ഡൗണായി. വിജയ് തീർന്നു എന്ന് പറഞ്ഞാൽ ഇനി വേണമെങ്കിൽ ഇപ്പോൾ പറയുന്ന ഞാൻ കേൾക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ദ്രാവിഡ പാർട്ടിയല്ല. ആരുടേത്? വിജയിൻ്റേത്. AIADMK ദ്രാവിഡ പാർട്ടിയാണ്, DMKയും ദ്രാവിഡ പാർട്ടിയാണ്. ഈ 2 ദ്രാവിഡ പാർട്ടികളും കൂടി ഒരുമിച്ചൊരു ഗവൺമെൻറ് ഉണ്ടാക്കുക എന്നുള്ളത് വരുന്നത്. വന്നു കഴിഞ്ഞാൽ അടുത്ത പ്രതിപക്ഷമായിട്ട് വരുന്നത് BJP ആയിരിക്കും, ദ്രാവിഡ പാർട്ടികൾക്കായിരിക്കും. കാരണം വിജയം പരാജയമായി. വിജയത്തെ പരാജയമാക്കി വിജയ്. അങ്ങനെ വരുമ്പോൾ ശിക്ഷിക്കും. അടുത്ത പ്രാവശ്യം ജനങ്ങൾ ശിക്ഷിക്കും. പ്രതികാരമല്ല ചെയ്യുന്നത്. ഇയാളെ കൊണ്ട് ഇതിന് കൊള്ളത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് വെച്ചോണ്ടിരിക്കുന്നത്? ഇതിന് പോലും കൊള്ളാത്തവനെ എന്തിനു മുഖ്യമന്ത്രിയാക്കണമെന്നൊരു തോന്നൽ വരും. കാര്യം മനസ്സിലായോ? ഇറ്റ്സ് എ വെരി സീരിയസ് തിങ്. ഈ ദ്രാവിഡ പാർട്ടികളുടെ ഒരു കോട്ടയാണല്ലോ തമിഴ്നാട്. അപ്പം അതല്ലാതെ മറ്റൊരാൾ വരാൻ ഈ കക്ഷികൾ അനുവദിക്കാറില്ല. നമുക്കറിയാം, രജനീകാന്തിനെ ആ ഒരു പ്രതിരോധം മറികടക്കാൻ കഴിഞ്ഞില്ല, കമലഹാസനെ മറികടക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിജയിയെ ഏത് വിധേനയും അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി AIADMKയും DMKയും ഒന്നിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയുമോ? അത് നടക്കും.
കാരണം ഇത് രണ്ടിൻ്റെയും മാതാവ് ഒന്നുമാണ് ദ്രവീഡിയനിസം. രണ്ട് പാർട്ടികളും അണ്ണദുരയെയും അതുപോലെ തന്നെ നമ്മുടെ വൈക്കം സത്യാഗ്രഹത്തിന് പങ്കെടുത്ത ആളുണ്ട് പെരിയാർ EV രാമസ്വാമിയെ ആരാധിക്കുന്ന പാർട്ടികളാണ്. തമിഴിൻ്റെ മക്കൾ അതിൻ്റെ തലപ്പത്തിരുന്നൊന്നും ഈ പറയുന്ന ദ്രാവിഡ കഴകത്തിൻ്റെ ആൾക്കാരായിരുന്നില്ല, MGR ആയിരുന്നില്ല, ജയലളിത ബ്രാഹ്മണിയായിരുന്നു. അതൊക്കെ കാര്യം ശരി തന്നെ. അതിൻ്റെ ഒരു ആശയധാരയുള്ള പ്രസ്ഥാനങ്ങൾ, അതിൻ്റെ ആശയം അത് തന്നെയാണ്, അടിസ്ഥാനപരമായ ആശയം. ദ്രാവിഡ മക്കൾ എന്നുള്ള സങ്കല്പം, തമിഴ് എന്നുള്ള സങ്കല്പം തന്നെയാണ് അടിസ്ഥാനമായിട്ടുള്ളത്. അപ്പോൾ അവർക്ക് യോജിക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. കാരണം ഇപ്പോൾ കോൺഗ്രസ് യോജിച്ചില്ലേ, DIC കോൺഗ്രസുമായിട്ട് ലയിച്ചില്ലേ, A വിഭാഗവും I വിഭാഗവും ഒരുമിച്ചൊരു പാർട്ടിയിൽ തന്നെ ഇരിക്കുന്ന പോലെയുള്ളൂ. വേരുകളൊന്നാണ് രണ്ടും. DMK-യുമായിട്ടുള്ള ഈഗോ ക്ലാഷ് എന്ന് പറയുന്നത് കരുണാനിധിയും MGRും തമ്മിലുള്ള ഈഗോ ക്ലാഷ്. അതിൻ്റെ പിന്തുടർച്ച അവകാശികളാണല്ലോ ഇപ്പോഴത്തെ AIADMK. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അവർ തമ്മിൽ യോജിക്കുകയാണെങ്കിൽ ചരിത്രപരമായിട്ടുള്ള സംഭവമായിരിക്കും തീർച്ചയായിട്ടും. ആണെങ്കിൽ അത് നല്ലത് തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത് തമിഴകത്തിന് വേണ്ടിയിട്ട്. ഇപ്പോൾ പറയുന്ന ഫോർമുല അനുസരിച്ച് DMK MK സ്റ്റാലിൻ വീണ്ടും മുഖ്യമന്ത്രിയാവും, എടപ്പാളി പളനിസ്വാമി പിന്നെ ഉപമുഖ്യമന്ത്രി. അടിയുണ്ടാവും എന്നുള്ള ഉറപ്പാണ്. അങ്ങനെ വെറുതെ ഒന്നും പോവില്ലത്. എങ്കിലും തൽക്കാലത്തേക്ക് വിജയനെ ഒന്ന് മാറ്റി നിർത്തുക. ജനങ്ങൾ അനുവദിക്കുമോ? അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും വിജയ്ക്ക് ഭൂരിപക്ഷം വർദ്ധിക്കുന്നതിലേക്ക് അത് പോവില്ലെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇത്രയും ഭൂരിപക്ഷം ഞങ്ങൾ കൊടുത്ത് ഇയാൾക്ക് മന്ത്രിസഭ വേണ്ടാൻ കഴിഞ്ഞാൽ ഇവനെ വേണ്ട, ഇത് കൊഞ്ഞാടനാണെന്ന് വിചാരിക്കും. എന്നാൽ സിനിമാ ജീവിതത്തിൻ്റെ ഒന്ന് മാറിയിരിക്കുന്നതോടുകൂടി ഡിപ്രീസിയേഷൻ കൂടുക. അങ്ങനെയാണ് മക്കൾ മെയ്യത്തിന് പറ്റിയത്. കമലഹാസൻ സിനിമയിൽ നിന്ന് വളരെ വളരെ അകന്ന സമയത്ത് അതിൻ്റെ പീക്കിലായിരുന്നെങ്കിൽ തമിഴ്നാട്ടിൽ നേരാൻ പറ്റിയേനെ. അതെല്ലാം പോയി കഴിഞ്ഞിട്ട് വേറൊരു പണി എന്നുള്ളതിൻ്റെ രാഷ്ട്രീയം എടുത്തുകൊണ്ട് വന്നാൽ പുള്ളി പോകുന്നു പറയും. മനസ്സിലായില്ല? അതെല്ലാം മക്കൾ മെയ്യത്തിന് പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. വേറെ നടന്മാർ ഒരുപാട് വന്നല്ലോ, വിജയകാന്ത് വന്നല്ലോ, എന്തേ ക്ലച്ച് പിടിച്ചില്ല? അപ്പോൾ ഇദ്ദേഹത്തിന് സാമുദായികമായിട്ടുള്ള ഒരു ധ്രുവീകരണം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വലിയ വിജയം കൈവരിയത്. അതെല്ലാം കൂടെ തീരും. ഞങ്ങൾ ഇത്രയും ഭൂരിപക്ഷം കഴിഞ്ഞ പ്രാവശ്യം, ഇനി ഇവൻ ഇതുപോലെ തന്നെ ചെയ്യും, എന്നാൽ ഇവൻ വേണ്ട, എന്നാൽ അവരങ്ങ് തീരുമാനിക്കും. മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ BJP അവിടെ വലിയൊരു തേരോട്ടം നടത്തും അടുത്ത പ്രാവശ്യം. അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത പ്രാവശ്യം BJP തമിഴ്നാട് പിടിക്കുക. അതിനുള്ള തന്ത്രങ്ങൾ അവർക്കുണ്ട്. ബംഗാൾ പിടിച്ചത് വെറുതെ ഒന്നുമല്ല, ഒരുപാട് തന്ത്രങ്ങൾ കൂടിയാണ് ഇത് പിടിച്ചത്. ജനാധിപത്യ വിരുദ്ധമല്ല, ഇതെല്ലാം രാഷ്ട്രീയത്തിൽ അലൗഡായിട്ടുള്ള തന്ത്രങ്ങൾ തന്നെയാണ് പ്രയോഗിച്ചത്. മമതയ്ക്ക് ആടി ഏറ്റു കഴിഞ്ഞു. മനസ്സിലായില്ലേ? മമത പ്രതീക്ഷിക്കാത്ത പൂഴിക്കടകൻ അടിയാണ് കിട്ടിയത്. അതാണിപ്പോൾ കസേരയെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത് എടുത്തു മാറ്റുന്നതിന് മുമ്പേ. അതെ, എന്തായാലും ഒരു പ്രതിസന്ധി അത് തമിഴക രാഷ്ട്രീയത്തിൽ ഉടലെടുത്തിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പിന് ശേഷവും ഒരു സർക്കാർ രൂപീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. എന്തായാലും എന്താണ് തന്ത്രങ്ങൾ എന്ന് നമുക്ക് വരും മണിക്കൂറുകളിൽ നോക്കിക്കാണാം. തീർച്ചയായിട്ടും.